അലനല്ലൂരിൽ വീട് അഗ്നിക്കിരയായി. പെരുമ്പടാരി പുളിക്കുന്ന് സ്വദേശി പള്ളിയാലിൽ അപ്പൂട്ടിയുടെ വീടാണ് കത്തിനശിച്ചത്. വസ്ത്രങ്ങളും വിലപ്പെട്ട രേഖകളും ഉൾപ്പെടെ വീട്ടിലുള്ളതെല്ലാം തീ വിഴുങ്ങി. ഈ സമയം വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. വീടിനകത്തെ മുഴുവൻ വസ്തുക്കളും കത്തിയമർന്നു. ആകെ ബാക്കിയുള്ളത് അവർ ധരിച്ച വസ്ത്രങ്ങൾ മാത്രം. സമീപത്തെ മാരിയമ്മൻ കോവിലിലെ ഉത്സവത്തിന് പോയതായിരുന്നു അപ്പൂട്ടിയും ഭാര്യയും മകനും മരുമകളും 2 കൊച്ചുമക്കളും. പുലർച്ചെ 1 മണിയോടെ തിരിച്ചു വന്നപ്പോൾ കണ്ടത് വീട് നിന്ന് കത്തുന്നതാണ്. ഉടനെ നാട്ടുകാരെയും അഗ്നിശമന സേനയെയും വിവരം അറിയിച്ചു. ഇവർ ചേർന്ന് തീയണച്ചെങ്കിലും വീടിനുള്ളിൽ ഒന്നും ബാക്കിയായില്ല. എല്ലാം കത്തിയമർന്നു. കോൺക്രീറ്റ് മേൽക്കൂര ആയതിനാൽ വീട് നിലം പതിച്ചില്ല. എന്നാൽ ചുമരിന് വലിയ രീതിയിൽ വിള്ളൽ വീണിട്ടുണ്ട്. പൂരം കഴിഞ്ഞ് വരികയായിരുന്നു. ഏകദേശം 1 മണിയായിരുന്നു. വന്നപ്പോൾ ഇത് കത്തി നിൽക്കണ കണ്ടത്. ഞങ്ങളെ ഉള്ളിൽ ഡ്രസ്സോ ഒരു സാധനം കാർഡ് ഒന്നുമില്ല. കുട്ടിയുടെ പഠിക്കണ യൂണിഫോമും ബുക്കും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീട് കയറ്റി ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി നിങ്ങളെടുത്ത് തരണം. വീട് നിൽക്കുന്ന സ്ഥലം പണയം വെച്ചാണ് വീട് നിർമ്മിച്ചത്. സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന അപ്പൂട്ടിക്കും കൂലിപ്പണിക്ക് പോകുന്ന മകൻ ശിവപ്രകാശനും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് മുന്നിൽ വന്നത്. 8 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നു. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനും മറ്റ് സഹായങ്ങളും ചെയ്യുമെന്ന് വാർഡംഗം കളഭം രാധാകൃഷ്ണൻ അറിയിച്ചു. എല്ലാവരും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയതുകൊണ്ട് ജീവഹാനിയോ വലിയൊരു അപകടമോ ഒഴിവായി. ഏകദേശം അവർ തന്നെ ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ലോൺ എടുത്തിട്ട് വീട് നിർമ്മിച്ചത്. അതിൻ്റെ കടം തന്നെ പകുതി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. ഒരു 8 ലക്ഷം രൂപയോളം നഷ്ടം വന്നു എന്നതിനുപരി ഇവരുടെ സർവ്വതും ഗാർഹികോപകരണങ്ങൾ, കുട്ടികളുടെ പഠനോപകരണങ്ങൾ എല്ലാം രേഖകളെല്ലാം പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായ നടപടി വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാൻ. അത് വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു വീട്ടിലേക്ക് മാറ്റി താമസിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. നവീകരിച്ച ശേഷം വീട് താമസയോഗ്യമാണോ എന്നതും ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.